ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയാലോ? അതിന് വേണ്ടി നമുക്ക് ചിക്കൻ കുറച്ചെടുക്കണം. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ അടുപ്പിച്ച് കാണും. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി പുരട്ടിയിരിക്കുന്ന ഈ ചിക്കൻ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജ് വെക്കുക. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കൊരു പാൻ വെക്കുക. ആവശ്യത്തിന് എണ്ണ ഒരു 2 സ്പൂൺ ആവാം കേട്ടോ. ഒരു കുഞ്ഞു ടീസ്പൂൺ കടുകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാനിവിടെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ചിക്കനും കൂടി ചേർക്കാം. ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴത്തേന് ചിക്കനും വേവും. നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. അതിനുശേഷം ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ടീസ്പൂൺ ചേർക്കാം, ആവശ്യത്തിന് എരിവനുസരിച്ച്. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചോ. ഈ മസാലയുടെ ഒക്കെ ഫ്ലേവർ ചിക്കനിലേക്ക് ഇറങ്ങും. അപ്പോഴത്തേക്ക് ഒരു 2 സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നത്, മീഡിയം സവാള മതി കേട്ടോ, ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. സവാളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെക്കാം. അതിനുശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാനിവിടെ ഇച്ചിരി മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി ഡ്രൈ ആക്കും കേട്ടോ. ഞാൻ ഈ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരെ ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുമ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും. അത്രയും ഡ്രൈ വേണ്ടാത്തവർക്ക് കുറച്ചൊന്ന് ഇച്ചിരി ഗ്രേവി കിട്ടത്തക്ക രീതിയിൽ വെക്കുക. ഫൈനൽ റിസൾട്ട് ഇസ് ദിസ്.